ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ചാനലാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകട്ടോ. പുറത്ത് വന്നിട്ട് നല്ല മഴയാട്ടോ. 2-3 ദിവസമായിട്ട് നല്ല മഴയാണ്. വെയിൽ കാണണമെങ്കിൽ തന്നെ കൊതിയാവുകയാണ് കേട്ടോ. അങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ഒരു ചായ കുടിച്ചു. അപ്പോൾ ചായ കൂടി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ട് കേട്ടോ. വീട്ടിലെ ചെറിയ ചെറിയ പണിയൊക്കെ തന്നെയാണ് നമുക്കുണ്ട്. പിന്നെ പൊന്നൂസ് വന്നിട്ട് ബെഡിൽ കിടക്കായിരുന്നു. അപ്പോൾ തൊട്ടിയിൽ മാറ്റി കിടത്തി ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ നീറ്റാക്കി. പിന്നെ അതിന് ശേഷം കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. തുണിയൊക്കെ ഒന്ന് അലക്കാനുള്ളതൊക്കെ ഒന്ന് സെപ്പറേറ്റായി മാറ്റി വയ്ക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ഈ വലിയ തുണി ചെറിയ തുണി അങ്ങനെ സെപ്പറേറ്റായി വയ്ക്കുന്നുണ്ടോ. കാരണം എന്താ വെച്ചാൽ അപ്പോൾ നമുക്ക് അലക്കുമ്പോൾ വേഗം അലക്കി തീർന്ന പോലെ ഉണ്ടാവും. ഇവിടെ വാഷിംഗ് മെഷീനൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇതോ കണ്ടോ, ബെഡ്ഷീറ്റൊക്കെ ക്ലീൻ ചെയ്തു നീറ്റാക്കി വിരിച്ചിട്ടോ. ബെഡൊക്കെ ക്ലീനാക്കി വെച്ചു. ഇനി വന്നിട്ട് റൂമൊന്ന് ക്ലീനാക്കണം, അടിച്ചു പോരണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തുണി അലക്കണം. അപ്പോഴേക്കൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞ് ഫുഡ് കൊടുക്കാനുള്ള സമയമായി. ഫുഡ് കൊടുക്കുമ്പോൾ തന്നെ എങ്ങനെ 2 മണിക്കൂറൊക്കെ ആവും. കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. പുറത്തൊക്കെ നല്ല എന്താ പറയുക, വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. മഴയുടെ വെള്ളം അങ്ങനെ റോഡിലൂടെ അങ്ങനെ വഴുക്കൽ മൊത്തത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പുറത്ത് നടക്കുമ്പോൾ നല്ല രീതിയിൽ വഴുക്കണുണ്ട് കേട്ടോ. കാരണം നമ്മൾ മുകളിലാണ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല വഴുക്കലാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു ഉരുളക്കിഴങ്ങും കൂട്ടി കറി ഉണ്ടാക്കിട്ടോ. അപ്പോൾ രാവിലത്തെ ഉരുളക്കിഴങ്ങും സവാളയും ചേർത്തിട്ട് വാട്ടി. അതാണ് രാവിലത്തെ ഫുഡ്. കഴിക്കാൻ കൊടുക്കണം, പക്ഷേ കഴിക്കുന്നില്ല. ചോറ് കൊണ്ടതാളോ. കഴിക്കാൻ നല്ല മടിയാണ് കേട്ടോ. എന്ത് കൊടുത്താലും കഴിക്കില്ല. അപ്പോൾ ഫുഡൊക്കെ ചോറ് കണ്ടാൽ തന്നെ വേഗം ഓടി എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കും. അത്ര മടിയാണ് ആൾക്ക്. അപ്പോൾ എന്താ ഉണ്ണി നല്ല പിന്നെ ഉറക്കമായിരുന്നു. അപ്പോൾ അതൊക്കെ ആ സമയം കൊണ്ട് എല്ലാം ക്ലീൻ ചെയ്തു, എൻ്റെ പണിയൊക്കെ ഒരുക്കി. അത് കഴിഞ്ഞപ്പോൾ ഇതാ ഇന്ന് എണീറ്റു കേട്ടോ. എണീറ്റപ്പോൾ ഇപ്പോൾ ഇത്തിരി കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. തനി ഇങ്ങനെ മെല്ലെ മെല്ലെ നടക്കും. എന്നാലും നമ്മളൊന്ന് ബാക്കിലൊന്ന് സപ്പോർട്ട് ചെയ്യണം. കാരണം എവിടെയെങ്കിലും വീണാലോ പറഞ്ഞ് ഞാനിങ്ങനെ ബാക്കിൽ മെല്ലെ 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 പോകും കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യും, ഇല്ലെങ്കിൽ വീഴുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് കേട്ടോ. പക്ഷേ എനിക്കെന്താ പറഞ്ഞാൽ എവിടെയെങ്കിലും വീഴുമോ എന്നുള്ളൊരു പേടിയുണ്ട്. ഞാൻ അധികം നടത്തിക്കും. എന്നാലും എനിക്ക് അങ്ങനെ ഞാൻ വിടാറില്ല. എങ്ങനെയും കുട്ടികൾ നടക്കുമല്ലോ എന്നുള്ള രീതിയിൽ കേട്ടോ. പിന്നെ ഇതാ കണ്ടോ, ഒരേ കളിയാണ്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. തീരെ ഇല്ല. കാരണം എന്താ വെച്ചാൽ ആ സമയത്താണ് ഞാൻ PSC ഒക്കെ പഠിക്കുന്നത്. ആൾ ഉറക്കം പറയണതില്ല. അപ്പോൾ ഞാൻ പഠിക്കാനിരുന്നാലും എൻ്റെ ബുക്കും പേനയും പെൻസിലും ഒക്കെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് പഠിക്കണ്ടെന്ന് വെച്ചു. ഇപ്പോൾ രാത്രി കുറച്ച് സമയം കിട്ടുമ്പോൾ പഠിക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. രാവിലത്തെ ഏകദേശം പണിയൊക്കെ റെഡിയാക്കി ഫുഡൊക്കെ കഴിച്ചു. സമയം ഒരു 2 മണിയായിട്ടുണ്ടാവും. കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. വീട്ടിലെ ഓരോ പരിപാടി എന്ന് പറയുന്നത് രാവിലെ എഴുതി കുട്ടികളുടെ കാര്യം നോക്കുക, അതുപോലെ തന്നെ വീട്ടിലെ ചെറിയ ചെറിയ പണികൾ ചെയ്യാം. പിന്നെ നമ്മുടെ കാര്യം നോക്കുക. പിന്നെ പഠിക്കാൻ പറ്റണ സമയങ്ങളിൽ ടൈം കിട്ടുമ്പോൾ PSC പഠിക്കുക. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ന്യൂസ് നല്ല ജലദോഷമാണ്. അപ്പോൾ ചൂടുവെള്ളം ചെറിയ രീതിയിൽ ചൂടുള്ള വെള്ളം കുപ്പിയിലാക്കി കൊടുക്കണം. അപ്പോൾ കുടിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ നടക്കുന്ന പരിപാടി. അപ്പോൾ